രാധാകൃഷ്ണൻ, ഈ അമേഠി വളരെ പ്രസിദ്ധമാണ്. ഒരു കുഗ്രാമം പോലത്തെ സ്ഥലമൊക്കെ ആണെങ്കിലും റായ്ബറേലിയിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരമൊക്കെ ഉള്ളൂ ഈ റായ്ബറേലിയും അമേഠിയും. മറ്റേ ഗാന്ധി കുടുംബം എന്ന് അവകാശപ്പെടുന്ന നെഹ്റു കുടുംബത്തിൻ്റെ കീശയിലെ മണ്ഡലങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. പലപ്പോഴും അങ്ങനെയല്ല എന്ന് ആ മണ്ഡലങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്. പക്ഷേ അമേഠിയിൽ കഴിഞ്ഞ ദിവസം ഒരു മുഹറം ഘോഷയാത്ര നടന്നു. മുഹറം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പുതുവർഷം ആണ്. ആ പുതുവർഷത്തിൻ്റെ 10-ാം ദിവസമാണ് പ്രവാചകൻ്റെ പേരക്കുട്ടിയായ ഹുസൈൻ, ഇമാം ഹുസൈൻ്റെ ചരമവാർഷികം വരുന്നത്. അദ്ദേഹം കർബല യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ദിവസമാണത്. അപ്പോൾ അന്ന് ഇവർ പ്രദക്ഷിണം നടത്തുകയായിരുന്നു. മുഹറം പ്രദക്ഷിണം നടത്തുമ്പോൾ അമേഠി പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ചെന്നിട്ട് അവർ മുദ്രാവാക്യം വിളിച്ചു. ഹിന്ദുസ്ഥാൻ മേ രഹ്നാ ഹേ യാ ഹുസൈൻ കഹ്നാ ഹേ എന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്ത്യയിൽ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇനി യാ ഹുസൈൻ എന്ന് ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കണം എന്നാണ്. നിങ്ങളും ഞാനുമൊക്കെ ഇവിടെ ഇനി തിന്ന് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിലേ യാ ഹുസൈൻ എന്നൊക്കെ പറയണം എന്നാണ് പറയുന്നത്. അമേഠി മുസാഫിർ ഖാന സ്റ്റേഷൻ്റെ മുമ്പിലാണ്. അപ്പോൾ സ്റ്റേഷൻ നിൽക്കുന്ന സ്ഥലവും മുസാഫർ ഖാന എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇതിൻ്റെ വീഡിയോ ഒക്കെ പ്രചരിച്ചിട്ട് പോലീസ് ഇപ്പോൾ FIR ഇട്ടിട്ടുണ്ട്. അന്വേഷണമുണ്ട്. ആ ജാഥയിൽ പങ്കെടുത്ത ചില ആളുകളെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തതായിട്ട് SP പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചു. ഇതിനെതിരെ നടപടിയെടുക്കണം എന്ന് അവിടെ സ്വാമി പരമഹംസ ആശ്രമത്തിലെ മൗനി ബാബ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് നടപടിയെടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൗനി മഹാരാജ് അവിടുത്തെ മഠാധിപതി. യോഗി ഇന്നലെ ഈ BJPയുടെ പ്രവർത്തക സമിതി യോഗത്തിൽ പറഞ്ഞു, മുമ്പൊക്കെ ഈ മുഹറം കാലത്ത് ഇവിടെ വലിയ ബഹളവും കാര്യങ്ങളും ഒക്കെ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമായിരുന്നു. പേടിച്ചിട്ട് റോഡൊക്കെ വിജനമാകുമായിരുന്നു ആ ദിവസം. മറ്റ് മതക്കാരുമൊക്കെ. നമ്മളിപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. ഈ സംഭവം അദ്ദേഹം അറിഞ്ഞിട്ടാണോ എന്ന് എനിക്ക് വ്യക്തമായില്ല. അദ്ദേഹം പറഞ്ഞു, ഇന്ന് താസ്യയുടെ പേരിൽ വീടുകൾ നശിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. മുമ്പ് അങ്ങനെയൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ അതൊക്കെ നമ്മൾ ഒതുക്കിയിട്ടുണ്ട്. അതിന് ക്രമസമാധാന പാലത്തിന് നന്ദി എന്നൊക്കെ പറഞ്ഞു. ഈ താസ്യ എന്ന് അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ സ്മരണ എന്നാണ്. താസ്യ എന്ന് പറഞ്ഞ അറബി അത് ഹുസൈൻ്റെ തന്നെ ചരമവാർഷികത്തിന്റെ. ഇവർക്കുണ്ട് ഈ ഷഹീദുകളാ. അതെ അതെ, ഷഹീദാണല്ലോ നമ്മുടെ മലയാളത്തിൽ ശുഹദാക്കൾ എന്ന് പറയും. ശുഹദാക്കളെ സ്മരിക്കുന്നതാണ് താസ്യ. അപ്പോൾ ആ താസ്യയുടെ പേരിൽ ഹുസൈനെ അനുസ്മരിക്കേണ്ട സാധാരണ ഷിയകളുടെ ഇതാണ്. എന്നാലും ഇതിൻ്റെ അകത്ത് അവിടുത്തെ ഈ ഒരു മതവിഭാഗം മറ്റു മതക്കാർ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞങ്ങളെ അനുസരിക്കണം എന്ന് പറയും. യാ ഹുസൈൻ. അല്ല രാമ, ഇതിനകത്തൊരു കാര്യമുള്ളത്, ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഔദ്യോഗിക ചരിത്രകാരനുണ്ട്. ഹസൻ നിസാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു കവിയും ചരിത്രകാരനുമാണ്. എന്ന് പറഞ്ഞ ഒരാൾ ഇഷ്ടം പോലെ ചരിത്രം എഴുതിയിട്ടുണ്ട്. അല്ല, ഇത് അവരുടെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയനാണ് ഇദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേര് താജുൽ മാസിർ എന്നാണ്. ഈ താജുൽ മാസിർ എന്ന പുസ്തകം ഇദ്ദേഹം എഴുതിയത് അദ്ദേഹം കവി ആയതുകൊണ്ടൊരു അപകടം അതിനകത്തുണ്ട് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഭാവനയും കൂടി അതിനകത്ത് കലർത്തിയിട്ടുണ്ട്. ചരിത്രം എഴുതുമ്പോൾ ഭാവനയ്ക്ക് റോളില്ലല്ലോ, വസ്തുതകൾക്കല്ലേ റോള്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ഞാനിവിടെ പരാമർശിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പുസ്തകത്തിൽ ഇദ്ദേഹം 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ കക്ഷിയാണ്. ഇവിടെ വന്നിട്ട് ആദ്യത്തെ ഡൽഹി സുൽത്താനേറ്റ് ഉണ്ടല്ലോ, കുത്തബ്ദീൻ ഐബക്കിൻ്റെ ആശ്രിതനായി കഴിയുകയും പിന്നീട് അങ്ങോട്ട് വന്നേക്കുന്ന എല്ലാ ഇസ്ലാമിക സാമ്രാജ്യങ്ങളുടെയും ആശ്രിതനായിട്ട് കഴിഞ്ഞ് കൂടിയ ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം എഴുതിയ ഈ
താജുൽ മാസിർ എന്ന് പറയുന്ന ഔദ്യോഗിക ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കാര്യം, ബനാറസിൻ്റെ പരിസര പ്രദേശങ്ങളിൽ മാത്രമായി 1000-ഓളം ഹൈന്ദവ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ട്, അത് കുത്തബ്ദീൻ ഐബക്കിൻ്റെ നേതൃത്വത്തിൽ നശിപ്പിച്ചിട്ട്, അവിടെയെല്ലാം ആ നാശ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ മോസ്ക് പണിതുയർത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ മറ്റു ജനവിഭാഗങ്ങൾ അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്തു. ബ്രാഹ്മണർ അവിടെ വിട്ടു പോകേണ്ടി വന്ന്, അവർക്കവിടെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ വന്ന്. രജപുത്രർക്കും അങ്ങനെ തന്നെ വന്ന്. ബാക്കിയുള്ളവർ പിന്നെ ഒരുമാതിരി സാമ്പത്തിക ശേഷിയുള്ളവരുമൊക്കെ അവിടെ വിട്ട് മറ്റു പല പ്രദേശങ്ങളിലേക്കും പോയി. അല്ലാത്തവർ വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് കൺവേർഷൻ നടത്തി എന്നൊക്കെ ഈ ഹസൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഖുറാനിൽ പറയുന്നൊരു കാര്യം തന്നെയാണ്, അല്ലാതെ ഇത് ഖുറാനിൽ പറയാത്തൊരു കാര്യമില്ല. അതെന്താണെന്ന് വെച്ചാൽ, എവിടെയാണോ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം വരുന്നത്, ആ ഭൂരിപക്ഷം വരുന്ന സ്ഥലത്ത് അവർ മറ്റാരെയും അനുവദിക്കില്ല. ഇപ്പോൾ ഈ പറയുന്ന സ്ഥലത്ത്, എനിക്ക് ആ സ്ഥലത്തിൻ്റെ അതിൻ്റെ ഇതൊന്നും എനിക്കറിയില്ല, ജോഗ്രഫിയും അവിടുത്തെ സോഷ്യോളജിക്കൽ കാര്യങ്ങളും എനിക്കറിയില്ല. മിക്കവാറും ഈ പ്രദേശത്ത് മുസ്ലിങ്ങളായിരിക്കും ഭൂരിപക്ഷം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അങ്ങനെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് എന്നുണ്ടെങ്കിൽ അവിടെ അവർ ഒരു കാരണവശാലും ഇതര മതസ്ഥരെ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇനി അഥവാ അനുവദിക്കുകയാണെങ്കിൽ ജസിയ ചുമത്തി അനുവദിക്കുന്നുണ്ടല്ലോ മുഗളന്മാരെ. അങ്ങനെ ജസിയ ചുമത്തി അനുവദിച്ചവരൊക്കെ മഹാന്മാരായ ഭരണാധികാരികളാണെന്നാണ് ചരിത്ര പുസ്തകങ്ങളിൽ കാണുന്നത്. എല്ലാവരും ജസിയ പുലർത്തിയ ഒരുപാട് പേരുണ്ട്. ആ കാര്യത്തിൽ അക്ബറേക്കാൾ ഈ കുറേം കൂടി സത്യസന്ധനായിരുന്നു ഔറംഗസേബ് എന്ന് നമുക്ക് കരുതാവുന്നതാണ്. അക്ബറും ഔറംഗസേബും തമ്മിൽ ഫലത്തിൽ വ്യത്യാസമില്ല. ഡിഫറൻസ് ഈസ് ഓൺലി നോട്ട് ഇൻ ഡിഗ്രി ബട്ട് നോട്ട് ഇൻ കൈൻഡ് ബട്ട് ഓൺലി ഇൻ ഡിഗ്രി. ഇതിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇവർ അവിടെ വരുന്ന സമയത്ത് ഇവർ നിർബന്ധമായിട്ട് പറയും, നിങ്ങൾ ഒന്നുകിൽ ഇസ്ലാമിൽ ചേരുക, എന്നിട്ട് ഈ ഹസന് വേണ്ടിയിട്ട്, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ നിന്ന് പറഞ്ഞത്, ഹസൻ, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അദ്ദേഹത്തെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആവുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇത് ഖുറാനിലുണ്ട് ഇതേ കാര്യം തന്നെ. ഈ ഹലാൽ എന്ന് പറയുന്ന കാര്യം വന്നിരിക്കുന്നത് നമ്മുടെ ഇവിടെ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആഹാരവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണെന്നാണ്. അല്ല, ഹലാൽ എന്നുള്ള വാക്ക് 2 പ്രാവശ്യമാണ് ഖുറാനിൽ വരുന്നത്. 2ാം പ്രാവശ്യം വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഈ പ്രവാചകൻ്റെ അവസാന യുദ്ധം പ്രവാചകൻ നടത്തി. ആ മറ്റേ ഇത് അല്ല മറ്റല്ല ഇത് മദീന മറ്റേ ഇത് മക്ക പിടിച്ചെടുത്തതിന് ശേഷം അവസാന യുദ്ധത്തിലാണ് പിടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 വർഷമേ ഇദ്ദേഹം ജീവിച്ചിരുന്നിട്ടുള്ളൂ, കഷ്ടി. അത് പിടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചത്, ഇനി ഈ ലോകത്ത് വേറെ മതങ്ങളുടെ ആവശ്യമില്ല, ഹലാലായിട്ടുള്ളൊരു മതം ആവിർഭവിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള, ഏറ്റവും യുക്തിപൂർണമായിട്ടുള്ള, ഇത് അല്ലാഹുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഏക മതം എന്ന നിലക്ക് ബാക്കി മതങ്ങൾ അപ്രസക്തമാണ്. ആ അപ്രസക്തങ്ങളായ മതങ്ങൾ നിലനിൽക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹലാലായ മതവും ഹറാമായ മതവും എന്ന നിലക്ക് തരംതിരിവുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ യൂസഫ് അലി എടുത്ത് വായിച്ചു നോക്കൂ. യൂസഫ് അലി അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ആ സമീപനം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ എവിടെയാണ് ഇതര മതസ്ഥർക്ക് തുല്യത കൊടുത്തേക്കണം? പാകിസ്ഥാനിലുണ്ട, ബംഗ്ലാദേശിലുണ്ട, അഫ്ഗാനിസ്ഥാനിലുണ്ട, മറ്റ് ഇസ്ലാമിക രാജ്യം ഗൾഫ് കൺട്രീസിലുണ്ടോ? അവിടേക്ക് ഇപ്പോൾ ക്ഷേത്രം വന്ന് പള്ളി വന്നു എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയാണ്. പ്രൈമറി എന്ന് പറയുന്നത് ഇസ്ലാം തന്നെയാണ്. ആ ഇസ്ലാമിന് വിധേയമായിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ അവിടെ ഉള്ളൂ. അല്ലെങ്കിൽ പിടിച്ചകത്തിട്ട് അല്ലെങ്കിൽ പുറത്താക്കും. പ്രത്യേകതരം ക്ഷേത്രങ്ങളാണ് രാധാകൃഷ്ണ. വിഗ്രഹങ്ങളൊക്കെ ഇല്ലാത്ത തരം ഇപ്പോൾ സ്വാമിനാരായൺ സമൂഹം എന്നൊക്കെ പറഞ്ഞതിൻ്റെയൊക്കെയാണ്. അല്ല, അതല്ലാതെ അതുണ്ടായത്, ഞാൻ ആദ്യം ഏതോ ഒരു സ്ഥലത്ത്, ഏതോ ഒരു ഗൾഫ് രാജ്യത്ത് പ്രസംഗിക്കാൻ വേണ്ടി പോയി, വൈസ് ചാൻസലറായിരിക്കുന്ന സമയത്ത്. അപ്പോൾ അവരെനിക്കൊരു മെമൻറ്റോ തന്നു. ഈ മെമൻറ്റോയും കൂടി ഞാൻ എൻ്റെ ബാഗിൽ വെച്ചിരുന്നു.
ഞാൻ എയർപോർട്ടിൽ വന്ന സമയത്ത് ഇയാൾ ചോദിച്ചു മൂർത്തി മൂർത്തി എന്ന് ചോദിക്കുന്നുണ്ട്. മൂർത്തി ഞാൻ ഐ എം നോട്ട് മൂർത്തി, ഐ എം സോ ആൻഡ് സോ എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഇയാൾ ഉടനെ തന്നെ എൻ്റെ ബാഗ് തുറന്നിതെടുത്ത് വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ മെമൻറ്റോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വിഗ്രഹമാണെന്ന് കരുതിയാണ് ഇയാൾ എന്നെ പിടിച്ചത്. വിഗ്രഹം അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ഇതര മതസ്ഥരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല. കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ വിഗ്രഹമാണെന്ന് കരുതാവുന്നതാണ്. മൂർത്തി മൂർത്തി എന്നാണ് ഇയാൾ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഈ മൂർത്തി എന്താണ്, മൂർത്തി വിഗ്രഹമാണെന്നുള്ള ഹിന്ദിയിൽ മൂർത്തി എന്ന് പറഞ്ഞാൽ വിഗ്രഹമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇയാൾ പാകിസ്ഥാൻ പൗരനായിരുന്നു. അപ്പോൾ ഇയാൾ എന്താണെന്ന് വെച്ചാൽ വിഗ്രഹം കടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഹിന്ദുവിനെ കെട്ടിയിരിക്കുന്നു, ഇവനെ ഇപ്പോൾ ജയിലിൽ ഇടാം എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് ആ മെമൻറ്റോ അതിനകത്ത് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് മെമൻറ്റോ ആണെന്നൊക്കെ. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനമാണ് ഈ മനുഷ്യനൊരു പ്രയോജനമില്ലാത്തൊരു സാധനം ഉണ്ടല്ലോ, വെറുതെ ചുമ്മാ സ്ഥലം മെനക്കെടുത്തുന്ന മെമൻറ്റോ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണ്. പുതപ്പൊക്കെ ധാരാളം കിട്ടിയിട്ടില്ലേ? പുതപ്പൊക്കെ ധാരാളം. പുതപ്പിന് ആർക്കെങ്കിലും കൊടുക്കാമോ? എന്തോ ഷോള്, പൊന്നാട അല്ലെങ്കിൽ ഷോള്. അത് പിന്നെ വേറൊരു ഗുണമുണ്ട്, ആർക്കെങ്കിലും നമുക്ക് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രയോജനം ഉണ്ടാകും. പക്ഷേ ഇതെന്ത് ചെയ്യാൻ പറ്റുമോ? ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ഇത് തന്നെയാണ് നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. മറ്റ് സ്ഥലങ്ങളിൽ പെർമിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പെർമിഷനാണ്. അല്ല, അമേഠിയിൽ ഇപ്പോൾ ഇത് ഇങ്ങനെ നടക്കാനുള്ള കാര്യം കുറച്ച് നാളായിട്ട് ഒതുക്കിയിരുന്നതാണെന്ന് യോഗി ആദിത്യനാഥ്. അതിൻ്റെ കാരണം അവിടെ കോൺഗ്രസ് ജയിച്ചു. അതാ. അപ്പോൾ കോൺഗ്രസ് ജയിച്ചു. കോൺഗ്രസിൻ്റെ ഭരണം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇസ്ലാമിക സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അമേഠിയിൽ വിശ്വസിക്കാനും കാര്യമുണ്ട്. കാരണം ഇപ്പോൾ കോൺഗ്രസ് അവിടെ ജയിച്ചു, SP-യുടെ സഹായമൊക്കെ ഉണ്ടെങ്കിലും. പക്ഷേ എപ്പോഴും ഈ ഒവൈസിയെ പോലുള്ള ആളുകൾ പറയുന്നുണ്ടല്ലോ, മുസ്ലിം ലീഗ് വിചാരിച്ചിട്ടാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിച്ചത് എന്ന് അവർ വടക്കും പറയുന്നുണ്ട്, ഉത്തരേന്ത്യയിലും. അതെ, അവിടെയും അവർ പറയുന്നുണ്ടല്ലോ. അവർ ഈ പ്രാവശ്യം മുസ്ലിം ലീഗ് വിചാരിച്ചിട്ടല്ലേ രാഹുൽ ജയിച്ചത്? അല്ല, മുസ്ലിം ലീഗ് വിചാരിച്ചിട്ടാണ് ഇവിടെ ജയിച്ചത്. അവിടെ മുസ്ലിങ്ങൾ ടാക്ട്ഫുൾ ആയിട്ടുള്ള ഡിസിഷനാണ് എടുത്തിരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരോ മുസ്ലിം കാൻഡിഡേറ്റോ ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ അവർക്ക് സംശയമില്ല. രാഹുൽ ഈ ബാബറിന്റെ ഖബറിൽ പോകുന്ന ആളായതുകൊണ്ട് അതെ, അത് അവർക്ക് വലിയ ഇതാണ്. കാരണം ബാബർ മസ്ജിദ് മറ്റേ അത് അയോധ്യയിൽ രാമക്ഷേത്രം വന്നു എന്നുള്ളതും ഇപ്പോൾ ഈ ജ്ഞാൻവ്യാപി എന്ന് പറയുന്ന വ്യാപി അല്ല വാപി, കുളം, കിണർ എന്നൊക്കെ പറയുന്ന ആ ജ്ഞാനത്തിൻ്റെ കുളം, അതൊക്കെ കണ്ടെത്തി അവിടെയൊക്കെ ഈ ശിവലിംഗങ്ങളുണ്ടായിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലിലേക്കൊക്കെ പോകുന്ന തരത്തിൽ വരുമ്പോൾ അത് ശരിക്കും ഇത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ താജുലില്ലേ, താജുൽ മാസിറിൽ അത് പറഞ്ഞിട്ടുണ്ട്, അത് നശിപ്പിച്ചിട്ട് അവിടെ പള്ളി പണിതിട്ടുണ്ട്. അപ്പോൾ കാശി വിശ്വനാഥ മാത്രമല്ല, കാശിയിലും പരിസരത്തും ഉണ്ടായിരുന്ന അനേകം ശിവക്ഷേത്രങ്ങളും അനേകം ദേവീക്ഷേത്രങ്ങളും ഒക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നശിപ്പിച്ച സ്ഥലത്ത് ഇവർ പള്ളി പണിയാണ്. അതെന്തിനാണെന്നാണ് മനസ്സിലാകാത്തത്. ഇവർ ഒരു ദേവാലയം സ്ഥാപിക്കുകയല്ല ചെയ്യുന്നത്. സ്ഥാപിച്ചിരുന്നൊരു ദേവാലയം ഒന്നില്ലെങ്കിൽ പിടിച്ചടക്കിയിട്ട് അവരുടേതാക്കി മാറ്റും, അല്ലെങ്കിൽ അത് നശിപ്പിച്ചിട്ട് അവിടെ തന്നെ അവർ വേറൊരെണ്ണം പണിയും. അപ്പോൾ നിങ്ങളിനി അമേഠി പോവുകയാണെങ്കിൽ ഹുസൈന് വേണ്ടി ഉദ്ഘോഷിച്ചിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ അവിടെ പോകാൻ പറ്റില്ല. അത് നിങ്ങൾ എടുത്തു നോക്കിയോ, ഓരോ സ്ഥലത്തും നിങ്ങൾ എടുത്തു നോക്കിയോ. ഇവർ എവിടെയാണോ ഒരു ഹിന്ദു ക്ഷേത്രം പ്രോമിനൻ്റ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പള്ളി പ്രോമിനൻ്റ് ആയിട്ടിരിക്കുന്നത്, അവിടെ അവർ കൊണ്ടുവന്നൊരു മുസ്ലിം പള്ളിയും വെക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കില്ല. അവിടെ തന്നെ വേണം എന്നുള്ളത് ഇവരുടെ നിർബന്ധമാണ്. എന്തിനാ അങ്ങനെ നിർബന്ധം വെക്കുന്നത്? അതിലാ സുൽത്താൻ റിസിയ സുൽത്താന എന്ന് പറയുന്ന രാജ്ഞി, അങ്ങനെ ഉണ്ടട്ടെ, രാജ്ഞി ഉണ്ടായിട്ടുണ്ട്, മുഖണ്ട്. ആ രാജ്ഞി അവരുടെ പേരിലൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ പേരിൽ ഒരു പള്ളി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അന്ന് ജിഫ്രി തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു. അല്ല, ജിഫ്രി തങ്ങളുടെ പേരിൽ ഒരു പള്ളി കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ ആ പ്രശ്നം തീരും. അത്രയല്ലേ പുള്ളിക്കുള്ളൂ. ജിഫ്രി തങ്ങൾ നിങ്ങൾക്കൊരു പള്ളി തന്നേക്കാന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പ്രശ്നം അവിടെ പരിഹരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾക്ക് എവിടെ അനുകൂല സാഹചര്യം വരുന്നുവോ
അവിടെ അവർ ഇതര മതസ്ഥരെ അടിച്ചമർത്തും. അതവർ ചെയ്തുകൊണ്ടിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.